എൻ്റെ ഇത് ഉപ്പറയിലോട്ടുള്ള കൊറിയറാണ് കേട്ടോ. ഉപ്പറയിലോട്ട് പോകാനുള്ളതാണ്. ഉപ്പറയിലേക്ക് നമ്മൾ അയക്കുന്ന ഒരു ബോക്സാണ്. ആമി എന്നെ വിളിക്കുന്നറിയാമോ? അച്ചമ്മ. ആമിക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ വാനി പോകുന്നേ. ആരൊക്കെയാ കൊണ്ടുവിടാൻ വരുന്നതെന്ന് നോക്കിയേ. അപ്പോച്ച, കുഞ്ചുമ്മ, മിട്ടു, ചിട്ടു വരുന്നുണ്ട്, മിക്കിയും വരുന്നുണ്ട്. ആണോനെ ഇവള് വേണേ കൂടത്തി വാനേ കയറി പോ. കളിയാ കളിയാ കളി കളി കളിയാ കളി കളിയാ കളി. ലോക്കാക്കി അവളെ പിറ്റേ ചാരി നിർത്തിക്കുക. അനുഗ്രഹിക്കുന്നു. ചിട്ട് പേടിച്ചിരിക്കുന്നു. നോക്കി ചിട്ടനെ അറിയണ്ട കഴിഞ്ഞാ ചിട്ട ഇപ്പോൾ അങ്ങോട്ട് പോ. വെളിയിൽ വണ്ടി വരുന്നതാണ്. ഓടി ഇറങ്ങല്ലേ ആമിക്കുട്ട? അതൊക്കെ ഇറങ്ങാം. അമ്മ പോകുന്നു. അമ്മ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു. അത് ആറ് വീടാ? വീട്ടിലോട്ട് അത് ആറ് വീടാ? വണ്ടി ഒരുപാട് പെട്ടിരിക്കുന്നു നോക്കി മനോടെ. ഇത്ര റൗഡിത്തരങ്ങൾ കാണിച്ചിട്ട് അവസാനം പേടിച്ച് പറിച്ചങ്ങിരിക്കേ. അത് ക്ഷീണിച്ചു പോയി മോനെ. ഓടി 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 മൊത്തം വെള്ളമാ മോനെ. വെള്ളത്തിൽ കൂടെ ഓടിയിട്ട് കണ്ണാണെ മിക്കി ഇപ്പൊ കണ്ണാണെ കാല് വെച്ച് തോണ്ടതാണ്. പേരെല്ലാം ചോദിച്ചേ കൂട്ടുകാരുടെ. ചേട്ടന്മാരോടെല്ലാം കൂട്ടാണേ. ഹായ്. എന്താന്ന് പറയാ, ഈ ബോക്സും കൂടെ രണ്ടുപേർക്ക് പനിയല്ലായിരുന്നു. രണ്ടുപേരെ മരുന്ന്, രണ്ടുപേർക്കും ഒരേ സെറ്റ് തന്നെ. പക്ഷെ രണ്ടുപേരും പേര് എഴുതി കണ്ടോ. ആയിഷ് ആമി രാവിലെ മരുന്നൊക്കെ കഴിച്ചിട്ടോ. അമ്മ രാവിലെ മരുന്നൊക്കെ കൊടുത്തത് അറിഞ്ഞ പോലെ ഇല്ലേ ഏട്ടല്ലേ? ഭയങ്കര ഹാപ്പി ആയിട്ടോ പോയേ. ഭയങ്കര സന്തോഷമായിരുന്നു. രാവിലെ ഇന്നലെ ഞങ്ങൾക്ക് ബില്ലടിക്കാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ കടയിൽ ഇന്നലെ നമ്മൾ എത്ര മണിയായിട്ടായി വന്നപ്പോൾ? 11:30 തോന്നല്ലേ ആയി വന്നപ്പോൾ. ഞങ്ങൾ സാധനം എല്ലാം എടുത്തിട്ട് വന്നിട്ട് ബില്ലടിക്കാൻ ഉണ്ടായിരുന്നു. എല്ലാം ബില്ലടിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ആമീനെ നേരത്തെ കിടത്തി ഉറക്കിക്കോളാം അമ്മയുടെ വിളിച്ചു പറഞ്ഞു. ആമി നേരത്തെ കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ ഒരുക്കി കഴിഞ്ഞ് എഴുതിച്ചത്.
എഴുതാനുണ്ടായിരുന്നു, ടെസ്റ്റും ഉണ്ടായിരുന്നു, ഹോംവർക്ക് എല്ലാം എഴുതാനുണ്ടായിരുന്നു. അതെല്ലാം എഴുതിച്ചായിരുന്നു. അതിൻ്റെ ഒച്ചയും ബഹളമായിരിക്കും കേട്ടല്ലേ. നോക്കട്ടെ ചുറ്റുമണിനകത്തെ കണ്ട പത്മാഷി എന്നാ നോക്കണം. ഹേ പത്മാവതി, ഹരേ പത്മാവതി, ഗുഡ് മോർണിംഗ് പത്മാവതി. ചിറ്റാമ്മയും കഴിച്ചോട്ടെ നേരത്തെ. ഇന്ന് എന്താണെന്നറിയോ, ഗുളിക കഴിക്കാനുള്ളതുകൊണ്ട് മാത്രം നേരത്തെ കഴിച്ച അല്ലേ. അല്ലെങ്കിലുണ്ടല്ലോ 11 മണി ആയാലും 12 മണി ആയാലും 10:30 ആയതേ ഉള്ളൂ. 11 മണി ആയാലും കഴിക്കാം വന്ന് 10 മിനിറ്റ് പോയി പിന്നെയും കിടക്കും, പിന്നെയും എണീറ്റ് വരും, പിന്നെയും ഇതിലേക്കൂടെ നടക്കും, ഇങ്ങോട്ടിലേക്കൂടെ നടക്കും, കഴിക്കത്തില്ല. അല്ലേ പത്മാശി? അങ്ങനല്ലേ? ആണ്. എനിക്ക് അങ്ങയുടെ കുറ്റങ്ങളൊന്നും പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ. അങ്ങക്ക് അതാ മൈൻഡ് ചെയ്യാത്ത. കുറ്റമൊന്നും പറയുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതാ മൈൻഡ് ചെയ്യാത്ത. ഞങ്ങളിവിടെ അടിക്കാരാണ് കേസ്. ഞാനും അമ്മയും ചിറ്റാമ്മയും അമ്മയും ഞങ്ങൾ മൂന്നും ചേരത്തിട്ട് തന്നിട്ട്. ഈ പാഴ്സല് ഉപ്പറയിലോട്ടുള്ള പാഴ്സലാണ് കേട്ടോ. അപ്പം സ്കൂട്ടറിനല്ല ഈ പാഴ്സല് പോകുന്നത്. DTDC വഴിയാണ് പോകുന്നത്. ഇത് വേറെ എങ്ങോട്ടും അല്ല. അച്ഛൻ്റെ ഫ്രണ്ട് റിജിലിയേട്ടൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, അനുപമ ചേച്ചിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആമീസ് വെള്ളി എന്നുള്ള മറ്റേ ടിക്കറ്റാണ് കേട്ടോ. അപ്പോൾ ചേച്ചി കസ്റ്റമൈസ് ചെയ്ത് ചേച്ചി എടുത്തേക്ക്. നേരത്തെ ബെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റാൻഡേർഡ്. അപ്പം മാക്സിമം ഉൾക്കൊണ്ട് ഇത് ചെയ്തേക്കുന്നത്. കാരണം DTDC അയച്ചേക്കുന്ന കാരണം എല്ലാ ഐറ്റംസും ഇതിനകത്തൂടെ ഇതാക്കി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം നമ്മളെടുത്തു നിന്ന് മേടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ചേച്ചിക്ക്. കാരണം അത്രയും ട്രസ്റ്റ് ചെയ്ത് മേടിക്കാൻ ചേച്ചിയുടെ ഒരു ഓടിയുണ്ട്. എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം എനിക്കൊന്നും ഇവിടുന്ന് പോയി മേടിക്കാൻ ചേച്ചിക്ക് പറ്റുന്ന സാഹചര്യമല്ലേ ഇരിക്കുന്നത്. കാരണം ഭയങ്കര ടെൻഷൻ. ആ ചേട്ടനും ഇല്ല, റിജിലേട്ടനും ഇവിടെ ഇല്ല, ബാംഗ്ലൂരാണ്. അപ്പം പോയി ഒറ്റയ്ക്ക് പോയി മേടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോയി സാധനങ്ങളൊക്കെ എല്ലാം അറിഞ്ഞു വരുന്നുള്ളൂ. ഫസ്റ്റ് ഡെലിവറി അല്ലേ. അപ്പം ചേച്ചി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അടുത്ത് നാമ്പോ ഒന്നും പേടിക്കണ്ടല്ലോ, എല്ലാം സേഫായിട്ട് നിങ്ങൾ എത്തിക്കുകയല്ലോ, നല്ല സാധനം അല്ലേ ഏട്ടാ. നമ്മൾ ഓൾവേസ് നമ്മളുണ്ട്, എവിടെയാണെങ്കിലും നമ്മളുണ്ട് പ്രഗ്നൻസി ടൈമിൽ. ചേട്ടാ ഇത് അപ്പോൾ കാറെ കൊണ്ടുവന്ന് പറഞ്ഞു. പക്ഷെ ചെറുക്കനെ കവല വരെ ഇട്ടാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്കൂട്ടിയിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകല്ലോ. ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകാറുണ്ടല്ലേ. അതെ 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 ഏട്ടാ, ഏതൊരു പെണ്ണുണ്ട്. അപ്പം ചേച്ചിയുടെ ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം കുഞ്ഞു ബേബിയും ചേച്ചിയും സേഫായിട്ടിരിക്കട്ടെ. കാരണം ഭയങ്കര ടെൻഷനിലാണ് ചേച്ചി. ഭയങ്കര പെട്ടെന്ന് ഡെലിവറി കാണാം. കാരണം നെക്സ്റ്റ് മന്ത് 11 കാണുമെന്നാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്കൊന്നും നമ്മുടെ കയ്യിലല്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം പേടി. പാലയിലുമാണ് കാണിക്കുന്നത്. നമുക്ക് അവിടുന്ന് ഇരിക്കുന്ന താഴോട്ട് അതായത് പാലയിലോട്ട് വരണം. എല്ലാ സാധനം നേരത്തെ കഴുകി ഉണക്കിയെല്ലാം വെക്കണം. നേരത്തെ അല്ല, ഇപ്പം 9 മന്തിൽ തന്നെയാണ് മേടിക്കുന്നത് മോസ്റ്റ്ലി എല്ലാവരും. ഞാനും വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും ഒരു എത്ര മാസം ആകുമ്പോൾ മേടിക്കണം രാഹുൽ കെയർ? 7 മാസം കഴിയുമ്പം മറ്റേ ടിക്കറ്റ് മേടിച്ചിരിക്കണം. മേടിച്ച് ഉണക്കി വെക്കണം ഡ്രസ്സെല്ലാം മറ്റേ കേട്ടോ. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ഡെലിവറി ഡേറ്റ് വരുന്ന എല്ലാവരും അത് ഓർത്ത് വേണം, നേരത്തെ മുൻകൂട്ടി ചെയ്യണം കേട്ടോ. ഇത്തിരി ലേറ്റ് ആവല്ലേ എന്ന് പറയുന്നു. ഫ്രം അമീസ് വേൾഡ്. ഓക്കെ. എന്നെ ചേട്ടാ ഈ ഉപ്പറിലോട്ടുള്ള പാഴ്സലുമായിട്ട് ഇതാ പോകുന്നു. ഞാൻ പോയി കഴിക്കട്ടെ. ഞാൻ ദോശ ഉണ്ടാക്കി അവിടെ വെച്ചേക്കോ. എനിക്ക് വിശക്കുന്നുണ്ട്. എല്ലാം കഴിച്ചായിരുന്നോ? എല്ലാം തന്നായിരുന്നോ? ഇത് ചക്ക കൊണ്ട് വെച്ചേക്കുന്നത്. ഇത് കടയിലെ വേസ്റ്റാണ് കേട്ടോ. ഇത് ചക്ക കൊണ്ട് വെച്ചേക്കുന്നത് രായിച്ചേച്ചിയുടെ അടുത്ത് നിന്നാണ് കേട്ടോ. അതായത് രാവിലേട്ടയുടെ പെങ്ങളില്ലേ, ചേച്ചി മൂത്ത ചേച്ചി, നമ്മുടെ ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് അങ്ങ് ചേച്ചിയെ കെട്ടിച്ചെടുത്തു നിന്ന് ചക്ക. കഴിഞ്ഞ ദിവസം അമ്മയും, അതായത് അമ്മായിമാരെല്ലാം കൂടെ മിക്ക എൻ്റെ അടുത്ത് കയറാൻ വരുന്നത്. എടി ഞാൻ ആ ചക്കയൊന്നും കാണിച്ചോട്ടെ എടി. അമ്മായിമാരെല്ലാം കൂടെ, ചേച്ചി പ്രഗ്നൻ്റ് ആണ്. അയ്യോ അത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ആരോടല്ലേ. വീഡിയോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാത്തതുകൊണ്ട് കാണാത്ത. ഇവൾ എന്നെ കാണിക്കാൻ സമയത്തില്ല. ഒരു മിനിറ്റ്. രായി ചേച്ചി, രാവിലേട്ടയുടെ മൂത്ത പെങ്ങൾ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ 3 മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും 3 മന്ത് കഴിഞ്ഞാണല്ലോ പറയുന്നത് മോസ്റ്റ്ലി. നമ്മളെപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്ത വശം ഈ കാര്യം ഞാൻ അങ്ങനെ വീഡിയോസ് കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ പറയാഞ്ഞത്. അപ്പോൾ ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട് അമ്മായിമാരെല്ലാവരും, അതിലൊരു അമ്മായിയാണ് എൻ്റെ അമ്മ. അപ്പോൾ അമ്മയൊക്കെ പോയിട്ട് വന്നപ്പം ചക്ക കൊണ്ടുവന്നാണ്. ചക്കയും കായൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് 2 ചക്ക ഉണ്ടായിരുന്നു. ഒരു ചക്ക ഓൾറെഡി കഴിച്ച്. ഇവള് സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അച്ഛേ ഞാൻ പോവാ. ആ
എന്ത് ഇവിടെ എൻ്റെ അടുത്ത് അങ്ങനെ വരാറൊന്നുമില്ല. ഇവിടെ പിന്നെ ഇക്കിടന്ന് ഷോ കാണിക്കുന്നത്. ഞാൻ പോട്ടെ. എൻ്റെ പുറകെ വരുന്നു. ഞാൻ പോട്ടെ. എന്തത് ഞാൻ നടക്കുന്നതനുസരിച്ച് നടക്കുന്നത്. ഞാൻ പോട്ടെ. കേറത്തൊന്നുമില്ല എൻ്റെ നേരത്തെ വെച്ചാൽ അപ്പൂസിനെ കയറും. എന്തോ അതെന്തായിരുന്നു അത്? കുളിരി കയറിയില്ലാണോ? മിക്കിനെ കാണുന്നില്ലെന്ന് ഒത്തിരി പേര് നേരത്തെ വീഡിയോ തുടങ്ങിയ സമയത്ത് പറയുന്നുണ്ട് മിക്കിനെ കാണിക്കുന്നില്ല. മിക്കി ഇപ്പം എപ്പോഴും ഇവിടെയാണ് കേട്ടോ. സെറ്റോട്ടെല്ലാം കൂട്ടിൽ അങ്ങനെ അതേ നേരം ഇടാറേ ഇല്ല. കാരണം ഇവിടെയാണ് എപ്പോഴും കിടക്കുന്നത്. ഇവിടെ ഈ പച്ചമാറ്റ് ഇപ്പോൾ എടുത്ത് ഉണങ്ങാനായിട്ട് വെളിയിലോട്ട് ഇട്ടാണ് കേട്ടോ. എപ്പോഴും കുടഞ്ഞ് ഇതെല്ലാം കളഞ്ഞിട്ട് ഇത് ചെയ്തിട്ടേക്കുന്നത്. ഈ പച്ചമാറ്റിലും ഇവിടെ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മളെപ്പോഴും ഇങ്ങോട്ട് സിറ്റോ എടുത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാവല ആര് വന്നാലും പേടിക്കണ്ട. ഇപ്പോൾ ഒത്തിരി പേര് ഈ ബംഗ്ലാദേശിൽ നിന്ന് ഈ മലയാളം അറിയാമെന്നുള്ളൂ. പക്ഷെ അവരോരോ ഇങ്ങനെ സഹായം ചോദിച്ചൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഉടായിപ്പാന്നേ. പക്ഷെ എനിക്ക് പേടി ഇറ്റാൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇറ്റാൻ മാത്രമല്ല, ഇറ്റാമ്മയുടെ കൂടെ 2 ആമക്കളുണ്ട്. അതാണ് ടെസ്റ്റ്. നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ചിറ്റാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതിൽ ഓടി വന്ന് തുറന്നേക്കില്ല ബെല്ലടിച്ചാലും ഇത് ചെയ്താലും. ഇപ്പം പക്ഷെ ഞങ്ങളെപ്പോഴും വീട്ടിലുണ്ട്. ഇല്ലാത്ത വശം ഇൻകേസ് ബെല്ലടിച്ചാൽ തന്നെ ആരാന്ന് ഇവിടെ നിന്ന് ഈ ജനലിൻ്റെ ഇവിടെ നിന്ന് ചോദിക്കണം. ആരാ എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ അവർ ഇന്നപോലെ ഇതിനാ വന്നെന്നൊക്കെ പറയുമ്പോൾ പറയണം അയ്യോ എനിക്ക് വയ്യാതിരിക്കുക, എൻ്റെ ഒരു മോൻ ഇവിടെ വർക്ക് ഫ്രം ഹോമാ, അതായത് ഇവിടെ നിന്ന് ജോലി ചെയ്യുക, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, തിരക്കാ, ഒരാൾ കിടന്നുറങ്ങുക, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞേക്കുന്നത്. 2 ആൺപിള്ളേരോട് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നു. അപ്പോൾ ഏതായാലും അവർ ഈ വീഡിയോ ഒന്നും കാണത്തില്ലെന്ന് വിചാരിക്കുന്നത്. കാരണം ഹിന്ദിക്കാരല്ലേ, നമ്മളറിയാൻ ആരുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വലിയമ്മമാരല്ലെങ്കിൽ വേറെ ആരും നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടല്ല ചിറ്റാമ്മ എപ്പോഴും ഒറ്റയ്ക്കാവുന്നത്. ഇപ്പം അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. എങ്കിൽ പോലും നമ്മൾ പുറത്തോട്ട് പോയാൽ ഇവർക്ക് എപ്പോഴും വരുന്നതെന്നൊന്നും പറയത്തില്ല. പിന്നെ ആഗ്രഹക്കാരൊക്കെ എപ്പോഴും വരും. അപ്പം ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു കേട്ടോ. ഇങ്ങനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള ഐഡിയക്ക് ഇങ്ങനത്തെ കുറേ ടെസ്റ്റുകൾ പഠിപ്പിച്ചു വെച്ചു. പിന്നെ ക്യാമറയുണ്ട്, അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. മോൻ മിക്കി മോൾ എണ്ണീറ്റിട്ടുണ്ട്. ഇത് കണ്ടോണ് എൻ്റെ സുന്ദരിമോള് ചിരിച്ചോണ്ടാണ് എണ്ണീറ്റത്. അയ്യ ആമി ചേച്ചി എവിടെ പോയെന്ന് അറിയാവോ? വാനയില് സ്കൂളിൽ ഒരുങ്ങി പോയി. മോനെന്നെ എവിടെ കിടന്ന് ഉറങ്ങുന്നേ? തിരക്കിന് ഇനിയും പിന്നെ വാനയിലാ പോന്നെ. ആയില്ലല്ലോ, 2.5 ആയില്ലല്ലോ. സെപ്റ്റംബറിന് മുന്നേ, ഓഗസ്റ്റ് ഒക്കെ ലാസ്റ്റ് ആകുമ്പോ എഴുതിക്കാം. 8 മണി വന്ന് വിളിക്കുന്നുണ്ട് ചേച്ചൂട്ടീനെ. ഇത് എൻ്റെ പപ്പ, അങ്ങോട്ട് കൈ എടുത്ത്. ഇത് എൻ്റെ പപ്പയാ. അപ്പോൾ എൻ്റെ ചിറ്റുമണിയുടെ പപ്പയാണേ. കേട്ടോടും എൻ്റെ പപ്പയാണേ. 6 പപ്പയോ? എൻ്റെ പപ്പയോ? പിന്നെ എണ്ണീച്ചോ പെട്ടെന്ന് എണ്ണീറ്റോ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് പറഞ്ഞ പപ്പയോട് പഠിപ്പിക്കണം. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടല്ലോ. ഞാൻ എന്നേറ്റ് വന്നമ്മേന്ന് പറഞ്ഞു. ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഗുഡ് മോർണിംഗ് പറയട്ടോ. അങ്ങോട്ട് വായി വെച്ചാണ് പറയുന്നത്. എന്നാ ചുറ്റുമണിയോട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആമി ചോദിച്ചു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും ഒക്കെ പറയവേ. ഗുഡ് മോർണിംഗ് കുഞ്ചിരി പറയാമോ? ഗുഡ് മോർണിംഗ്. ഏതോ സീരിയലിൽ പറയുന്നത് അവരെയൊക്കെ കാണും. മോർണിംഗ് മോർണിംഗ് ഇത് ഇംഗ്ലീഷുകാരി കേട്ടോ. പപ്പ ഭയങ്കര ഇംഗ്ലീഷുകാരിയാ. ഈ ഗുഡ് മോർണിംഗിനുള്ള മോർണിംഗിനൊക്കെയാ പറയുന്നത്. സീരിയൽ കണ്ട് പഠിച്ചു വെച്ചേക്കോ അവനെ. ചുറ്റുമണീനെ കൊണ്ട് തോറ്റു പോകത്തുള്ളല്ലേ മോനെ. എന്നേക്ക് വാ, ഓടോ പെട്ടെന്ന് പോയി. നമുക്ക് അവിടെ അപ്പാപ്പൻ തിന്നിട്ട് പെട്ടെന്ന് പോയി മരുന്ന് കഴിക്കാൻ വാ. എന്നെ പാപ്പ തിന്നുന്നേ ദോശ തിന്നുന്ന കുഞ്ഞിന്ന്. പിള്ളേർ ഒരാളെ എഴുതിക്കൊണ്ടിരിക്കുക, ഒരാള് കുളിക്കുവാന്ന് പറയും. ഇങ്ങനെ ഏറ്റവും പറയുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പുറത്താരെങ്കിലും വന്ന് ഞാൻ വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഥ എപ്പോഴും കുറ്റി ഇടണമെന്ന് പറഞ്ഞിട്ട് മസ്റ്റായിട്ട്. പക്ഷെ ഇപ്പം അവരെ വിളിക്കാൻ പറ്റുമോ? അവരെ വിളിക്കാൻ പറ്റത്തില്ല, ജോലിയിലാണ് വേറെ. കാരണം ഇറ്റാൻ ഒറ്റ ഉത്തരത്ത് നമ്മളെപ്പോഴും ഇപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല അല്ലേ. ഇപ്പം ഞങ്ങളോട് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. നേരത്തെ എപ്പോഴും ഇവളും ചിറ്റാമയും മാത്രമേ കാണത്തുള്ളൂ. നീ കൊച്ചു മറിയാമയും ചിറ്റാമയും പിന്നെ മിക്കിയും കാണത്തുള്ളായിരുന്നു. ഈ മറിയാമയ്ക്ക് പിന്നെ ഒന്നും പറയാൻ അറിയത്തില്ലല്ലോ.
ഇനി വാ കേറി വാന്ന് പറഞ്ഞു ഇവള് കയറ്റി വിളിച്ചോണ്ട് വരും ഇവള്. അതുകൊണ്ട് ഞാൻ കുറ്റി മേളിലെടുത്തു. വീട്ടിലെടുത്ത് താഴത്ത് തുറക്കില്ല. താഴത്ത് തുറക്കാനൊക്കെ പഠിക്കുന്നുണ്ട് ഈ മറിയാമ്മ. തന്നെ തുറക്കും രണ്ടുപേരും പഠിച്ചിട്ടുണ്ട്. കുറ്റി ഇടാനും പഠിച്ചിട്ടുണ്ട്, കുറ്റി തുറക്കാനും പഠിച്ചിട്ടുണ്ട്. തുറക്കുകയും ചെയ്യും. കൂട്ടിയാൽ തുറക്കും. ഞാൻ എന്നോടനെ ഞാൻ പോവാ, വരുന്നുണ്ടെങ്കിൽ വാ. ചിരി ചന്ദനം തൊട്ടാലോ? തൊടോ. ഓക്കെ, സെറ്റാണേ, സെറ്റ്. ആ എത്തോണ്ട് വരട്ടെ. ഒന്ന് ചിരിച്ച് നോക്കട്ടെ, ഒന്ന് ചിരിച്ച് എന്നിട്ട് ചിരി. സുന്ദരിക്ക് പിന്നെ ചന്ദരി കാണാൻ വേണ്ടിയിട്ട് ചുന്തിരി പെണ്ണായിട്ടുണ്ട് ഇപ്പൊ കാണാൻ വേണ്ടിയിട്ട്. ചുന്തിരി ആയോ? ചുന്തിരി ആയോ എന്ന് കാണണോ? കാണിച്ചു തരട്ടെ. മോനെ സുന്ദരി ആയിട്ടുണ്ടോ? അല്ല അല്ലേ? ഞാൻ മാറിയട്ടെ, ഇവിടെ നരിഞ്ഞോട്ടെ. ആ ഓക്കെ. ആരാ കുപ്പിച്ചേ? പപ്പ. പല്ല് തേച്ചോ? ആ എന്റെ പല്ലൊന്ന് കാണിച്ചേ. ആന്റെ വേച്ച് കളയാൻ പോകുന്നുണ്ടോ? കുഞ്ചമ്മ കോവയ്ക്കായിരുന്നു ഈ സമയം കൊണ്ട് പപ്പ ഒളിപ്പിച്ചെടുത്ത്. കുഞ്ചമ്മ ഉടുപ്പിട്ട് സുന്ദരി ആക്കിയിട്ടുണ്ട്. കോവയ്ക്ക വേണോ? വേണോ? കോവയ്ക്ക ഇഷ്ടാണോ? ഇതെന്തോ ഇത്? കോവയ്ക്ക. കോവയ്ക്ക ഞങ്ങൾ രാവിലെ തിന്നല്ലേ. ഞങ്ങൾ ഒരു ഓറഞ്ച് തിന്ന്, ഞങ്ങളിപ്പോൾ ഒരു കോവയ്ക്ക തിന്ന്. നിങ്ങൾ ഡയറ്റ് നോക്കുന്ന ആളാണല്ലോ. ഒരു ഫ്രൂട്ട്സ് കഴിച്ച്, എന്നൊരു വെജിറ്റബിൾ കഴിക്കുന്ന. ആ മുറിച്ച് പീസ് വലിയ പീസാക്കി തട്ടാമ്മ. ആ ആക്കരിപ്പിൽ വെച്ച് കഴിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? കോക്കിയെന്നോ? നിന്നെ കാണിക്കണമെന്നോ? ഈ കോക്കിയെന്ന് പറയുന്നത് എന്താ? ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അവളെ അവിടെ ഫ്രണ്ട് ക്യാമി അവളെ കാണിക്കാനാണ് പറഞ്ഞത്. കോക്കിയെ കാണിക്കാനായിട്ട് ഫ്രണ്ട് കാണിക്കാൻ മെഴുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മറിയാമ്മ എൻ്റെ അടുത്ത് നിന്ന് ഇവിടെ ഇങ്ങനെ അന്ന് ഇരിപ്പുണ്ട് കച്ചാരയല്ലേ. പേരെന്നാ മോളെ? മോളെ പേരെന്നാ മോളെ? ലച്ചു എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നേ, കണ്ടായിരുന്നോ ആരെങ്കിലും? പട്ടി എങ്ങനെ കുരയ്ക്കുന്നേ? ബോ. പൂച്ച എങ്ങനെ കരയുന്നേ? മ്യാവ്. ലച്ചു എങ്ങനെ കരയുന്നേ? എങ്ങനെയാണ് കരയുന്നേ? ആമി ചേച്ചി എങ്ങനെ കരയുന്നേ? കുഞ്ചു എങ്ങനെ ചിരിക്കുന്നേ? കുഞ്ചു എങ്ങനെ ചിരിക്കുന്നേ? അങ്ങനെയാണോ? അല്ലല്ലോ. കുഞ്ചു എങ്ങനെ ചിരിക്കുന്നേ? നല്ല ചിരിക്കുന്നേ പറയല്ല. വണ്ടിയൊത്തിരി വണ്ടിയൊത്തിരി സ്റ്റാർട്ട് അറിയത്തില്ല കേട്ടോ. ജാമി ചേച്ചിയുടെ കുഞ്ഞിലത്തെ ഉടുപ്പ് അറിയാവോ ഇട്ടോണ്ടിരിക്കുന്നത്? ഓണ്. ആ അതവിടെ ഉടുപ്പാ. ഞാനാന്ന് പറയുന്നത് അവിടെ ഉടുപ്പാന്നാ പറയുന്നത്. അതാദ്യമേ തിന്ന്, കയ്യിലിരിക്കുന്ന കോവയ്ക്ക് ആദ്യം തിന്ന്. എന്റെ പാത്രത്തിൽ നിന്ന് എന്റെ കോവയ്ക്കെല്ലാം അടിച്ചോണ്ട് പോന്നേ. കല്ലിക്കൊച്ചെന്റെ കോവയ്ക്കെല്ലാം എടുത്തോണ്ട് പോന്നേ. എക്കറി കല്ലിയോടെ അമ്മ മുറിച്ചു തരാം, പീസാക്കി തരാം. അതിങ്ങിതാ ഞാൻ കാലെ ക്രോസ് ഇട്ട് എടുത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കസാരന്ന്. പൊടിക്കൊന്നല്ലേ താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴി വെച്ചേക്കാൻ ഇങ്ങോട്ട് കൊണ്ടോ, ഇട്ട് വയ്ക്കല്ലേ. ആ എനിക്ക് വേണ്ടത് തിന്നു. കയ്യിൽ തരും നിങ്ങടെ. അങ്ങോട്ട് താഴെ കളഞ്ഞുണ്ടോ? ഉണ്ടോ താഴെ കളഞ്ഞിട്ടിരിക്കുന്നേ? കള്ളി മറിയാമേ. നോക്കല്ലേ മോനെ. ആമി ചേച്ചി എങ്ങനെ പോയെന്നറിയാവോ? ആ വാനയില്. ആ മോന് പോണോ വാനയില്? അവള് നല്ല ഹാപ്പിയായിട്ട് ചിരിച്ചോണ്ടാ പോയെ.
ചുറ്റുമണീനെ കുളിപ്പിച്ച ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെയല്ല ഇങ്ങനെ ഇതിലേ ഇതായിട്ടാ ഇരിക്കുന്നത്. പിന്നെ അപ്പൂസ് ഒന്നും കൂടെ തുടച്ച് കയറിയുണ്ടാണ്. അതെ, അപ്പൂസിന്റെ രാവിലത്തെ ഡ്യൂട്ടികളിൽ ഒന്നാണ് ഇവളെ ഇങ്ങനെ കുളിപ്പിക്കുന്നത്. എല്ലാ ദിവസവും കുളിപ്പിക്കുന്നതല്ല, എങ്കിലും അപ്പേ കിട്ടി കഴിഞ്ഞാണേലും ബാഗ് നന്നായിട്ട് എല്ലാ ദിവസവും ബാഗ് ആള് കുണ്ടി നന്നായിട്ട് കഴിയണം. പിന്നെ ഉണക്കണം. ഇപ്പൊ ഇനി കൊണ്ടുവന്ന് ഉണക്കി കഴിയുമ്പോൾ നല്ല പഫി ആയിട്ടിരിക്കും കേട്ടോ. ഭയങ്കര രസമാണ്. അപ്പൊ ഉണക്കി കഴിയുമ്പോൾ കാണാം ഡിഫറൻസ് കാണാം. ഉണക്കിയാ ഇങ്ങനെ കണ്ടോ, ഇത് ഈ ചുട്ടുമണി ഉണക്കി കഴിയുമ്പോ ഉള്ള ചുട്ടുമണി ഇപ്പൊ ഈ കാണുന്ന ചുട്ടുമണി അല്ല. നീ കണ്ടോണം, പാവക്കുട്ടി വരും ഇപ്പൊ ചുട്ടുമണി വരുവേ. പാവക്കുട്ടി പാവക്കുട്ടി മീശ അങ്ങോട്ട് പിരിച്ചു വെച്ചാലോ, നമുക്ക് മീശ പിരിച്ചാലോ. ഞങ്ങൾ അപ്പഴേ പറഞ്ഞില്ലേ കുളിപ്പിച്ചിട്ട് ഇത് വേറെ ചുറ്റു അല്ല ഉണക്കിട്ടൊരു വേറെ ചുറ്റുപടിയാവുന്നു. താടി എന്നെക്കാളും താടി വെട്ടണം, അല്ലെങ്കിൽ പിന്നെ കണ്ണ് കാണാതാവും. ഒന്നാമതെ കണ്ണ് കാണാതെയാ നടക്കുന്നത്. നമ്മളെ നടത്തത്തില്ല. കാലൊക്കെ കൂടെ ഉണ്ടോ, വലുതായിട്ട് വളർന്നില്ലേ. വാല് എവിടെയാന്ന് ചോദിച്ചാ പിന്നെ വാലുണ്ട് കേട്ടോ. ഇവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുവാ. ഇത്തിരി ഉണ്ട്, ഇതുണ്ടോ ഇത്ര നീട്ടമുണ്ട്. ഒളിപ്പിച്ചു വെച്ചേക്കുവാ ഗ്രാമത്തിന്റെ ഇടയ്ക്ക്. കണ്ടീഷണർ ഇട്ടില്ല, ഷാമ്പു എന്നിട്ടുള്ളൂ. കണ്ടീഷണർ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ബുമ്മെന്നിരിക്കും, ഭയങ്കരതായിട്ടിരിക്കും. ഒന്നും കൂടി ഇതിലും വീർക്കും. നിനക്ക് പാമ്പി ഇട്ടാലോ? നമ്മള് ആമ ചേച്ചി വിളിച്ചോണ്ട് വരാൻ ചെരുപ്പ് ഇട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ ദാണ്ട മഴയും പെയ്തു. എന്നാ ചെയ്യും? എന്നാ ചെയ്യും? മഴയത്ത് എങ്ങനെ പോകും? കൊട എടുത്തോണ്ട് പോവാന്ന്. ഞാൻ കൊട എടുത്തോണ്ട് പോവാം. ഞാൻ നനഞ്ഞു, അപ്പനും മോളും കൊടയിൽ. കല്ലാവേ അങ്ങനെ അടച്ചിരിക്കുന്നേ. ചുമ ഇതുവരെ മാറാത്തോണ്ട് വിട്ടില്ല ഇതുവരെ കേട്ടോ. സ്കൂളിൽ വിടുവേ വേണമെന്നാണ് ദിവസവും. പണ്ടൊന്നും ഞങ്ങളെ സ്കൂളിൽ വിട്ടപ്പോ ഒരു ഡോക്ടർ പറഞ്ഞില്ലേ. എനിക്ക് ഇവിടെ കിട്ടിയേ കൊട കിട്ടിയേ. ചേച്ചിനെ വിളിക്കാൻ ഞങ്ങൾ പോവാണ്. ഞങ്ങളിപ്പോ നടന്നു പോയാൽ ചേച്ചിനെ വിളിക്കാൻ പറ്റുള്ളൂ. പോയി വിളിക്കാനേ പറ്റുള്ളായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് നടന്നു പോയി വിളിക്കാൻ പറ്റുള്ളൂ. എവിടെ പോയി? എവിടെ പോയി ചേച്ചി? ഒന്നും മിണ്ടായിട്ടില്ല. തിരിച്ചുണ്ടാക്കിയേക്കാം. നീ കൊട പിടിക്കാൻ പോയാ ഞാന് കൊട പിടിച്ചോളാ. കൂട്ടി സംസാരിക്കുന്നതൊക്കെ നല്ല രസമായിരുന്നു. ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൂട്ടി സംസാരിക്കാൻ പറ്റും. അങ്ങനെ പോലെ പറഞ്ഞു ഞാന് കൊട പിടിച്ചോളാ. ഞാൻ നനയും. ഞാനൊരു പാവല്ലേ. ഞാനൊരു പാവം കുഞ്ഞാവയല്ലേ. കൊട പിടിച്ചിട്ട് ഞാനാ കൊട പിടിച്ചോളാം നിർന്നിപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ അവിടെ നിന്നാ മതി. റോട്ടിലോട്ട് ഇറങ്ങാൻ പാടില്ല പിള്ളേര്. അവിടെ നിന്നോ. ആ കൊടമാറ്റോ? കൊടമാറ്റം കാണാ. മഴ മഴ കൊട കൊട മഴ മഴ കൊട കൊട. ഇങ്ങനെ ഞാൻ ഇങ്ങനെ കറക്കി കറക്കി എത്ര കൊട കളഞ്ഞിട്ടുണ്ടെന്ന് കമ്പി കളയലാണ് അടങ്ങിയിരിക്കടാ. എന്നാ മഴ മഴ വീട്ടിലെടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ.
ഇവിടെ നിന്നാണ് ഞങ്ങൾ സംസാരിച്ച് നിന്ന നേരം പതുക്കെ പോയി ആ വെള്ളത്തിനകത്തുകൊണ്ട് കാലിട്ടിട്ടോ നിക്കാണ്. ഞാൻ വഴക്ക് പറഞ്ഞ് വിചാരിച്ചിട്ട് അപ്പൂനെ വിളിക്കും ഉടനെ. എടുത്തോളാം, ഇനി എടുത്തോളാം, ഇനി മതിയായി. പിച്ചിച്ച് പറ്റിയല്ലേ? ആരോട് പറ്റിച്ചു? എന്തോ കുതിരക്കായ എടുത്തു അങ്ങെടുത്തോ. അതാണോ? ഇതിട്ടുണ്ട്. ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവില്ലേ? എല്ലാം ഒരേ ബാഗിലും അതുകൊണ്ടെങ്കിൽ ടിഫിൻ വെച്ച് അതിനകത്ത് വെച്ച് അതിനകത്ത് കൂട്ടുകാരൊക്കെ ടാറ്റ പറഞ്ഞില്ലേ? ടാറ്റ പറയുന്നില്ലേ? അവിടെ കൊടുക്ക്. ഇവിടെ പോകുന്ന കൂട്ടുകാര് അവൻ ടാറ്റ കൊടുക്കുന്നുണ്ട്. ചേച്ചിമാർക്ക് ടാറ്റ കൊടുത്ത്. ടാറ്റ ആരും പോയി ആയിക്കോട്ടോ. കാണുന്നില്ല അമ്മയ്ക്ക്. എടാ ഞങ്ങളെ ഒന്ന് നോക്കണോ? ഞങ്ങൾ ഇത്ര മണിക്കൂറായിട്ട് ഇവിടെ നോക്കിയിട്ട് ചാനലിനോട് ഞങ്ങളെ മണിക്കുന്നു. ആണോ? അതാണ് ഇത്ര താമസിച്ചേ. അത് വലിയ മണിക്കുന്നു മോന്റെ. ഓ ചുണ്ട് വെച്ചൊരു ഉമ്മയോ എന്നാ കൊടുത്തത്? ചുണ്ട് വെച്ചൊരു ഉമ്മ അമ്മയ്ക്ക്. ഈ ആമി എന്നെ വിളിക്കുന്നറിയാവോ? അച്ചമ്മ. ആമി അച്ചമ്മയെന്നാ വിളിക്കുന്നത്. എന്നാ നിക്കടോ, ഓട്ടം നോക്കിക്കടോ. എടാ നിക്കടോ. ഭയങ്കര ഹാപ്പിയാ വിക്കീനെ കാണാൻ പറ്റുന്നത്. നനഞ്ഞിട്ടാണ് അവിടെ എണ്ണ കുളിപ്പിക്കാൻ. അവിടെ എല്ലാം വെള്ളം പറയുന്നത് അറിയാമേ. എന്നെ ഉണ്ട് അറിയാമേ. നമ്മൾ ഇന്ന് വരെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം മേടിച്ചിട്ട് ഏകദേശം 4 വർഷമായി. ഇതിന്റെ അവസ്ഥ എന്താ, കുറെ വീഡിയോസ് ഒക്കെ കണ്ടു ഇതിന്റെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ നമ്മൾക്കും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇത്രയും നാൾ ഇത് കഴുകിക്കൊണ്ടിരുന്ന ഇതിനകത്ത് നിന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിക്ക് തുറന്നു നോക്കുകയാണ് കേട്ടോ, അഴുക്കുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഈ ടൈമിൽ കാണുന്ന എല്ലാവരും, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അറിയാത്ത വശം നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം. വീഡിയോ ഒക്കെ ഇപ്പോഴാണ് എല്ലാവരും വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. തുറന്നു നോക്കാന്ന് ഇതിനകത്ത് അവസ്ഥ നമ്മൾ ഇതിനകത്ത് കഴുകിയിട്ട് തന്നെയാണ് എല്ലാ ദിവസവും ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഗ്ലൗസിന് ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തുറക്കുമ്പോ ഒരു അറപ്പ് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ കണ്ട വീഡിയോ വെച്ച് നോക്കിയിട്ട് എന്തായാലും ഉറപ്പായിട്ടും കാണും. എല്ലാവരും ഇവിടെ ആയിട്ട് തേണ്ടി ഇവിടെ ഒരു തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാ വാഷിംഗ് മെഷീനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് തുറക്കാം. അപ്പൊ ഒന്ന് ചെറുതായിട്ട് തന്നെ ഒരു ബലം കൊടുക്കുമ്പോ തന്നെ അടിപൊളി. എന്റെ അമ്മ അഴുക്ക് നോക്കിയേ. ഇതിനകത്താണ് നമ്മൾ തുണി കഴുകിക്കൊണ്ടിരുന്നത്. എവിടെ വെക്കാ? തൽക്കാലം വെക്കാം. ലൈറ്റ് ഉണ്ടോ നോക്കിയാൽ ഫ്ലാഷ്. എന്റെ അമ്മോ, അതിനകത്തൊരു സ്ക്രൂ ഡ്രൈവർ. ഇതിനകത്തൊരു സ്ക്രൂ കാണണ്ട കേട്ടോ. അയ്യോ, അതായത് ഇത് തുണിയുടെ ഇതെല്ലാം ഉണ്ട്. പിന്നെ അഴുക്കുണ്ട്. നമ്മുടെ എല്ലാ അഴുക്കും പോയി. ഇങ്ങനത്തെ അഴുക്കെല്ലാം പോകത്തില്ലല്ലോ, എല്ലാം അടിഞ്ഞിരിക്കുന്നതാണ്. ഒരാളും കഴിച്ചോണ്ട് ഇത് കാണില്ല കേട്ടോ. നമ്മുടെ എല്ലാരും അഴുക്കാണിത്. ഇത് ഇട്ടിട്ടാണ് നമ്മൾ തുണി കഴുകിക്കൊണ്ടിരുന്നത്. നമുക്ക് അറിയത്തില്ലല്ലോ. വെള്ളം ഒഴിച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ കാണോ? കഴിയുന്നുണ്ടോ? കഴിയില്ല, നോക്കട്ടെ. വെള്ളം ഒഴിച്ചാണ്. ദേഹത്ത് കാണും ഇത് തെറിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു നോക്കിയാൽ മതി. ഓ ദൈവമേ, ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാലോ അല്ലേ? സ്ക്രൂ ഉണ്ട്. നോക്കി സ്ക്രൂ ഇതൊന്ന് മാറ്റാം കേട്ടോ. ഞങ്ങളുടെ നല്ല മുറുക്കത്തിലിരിക്കുവായിരുന്നു സ്ക്രൂ. അതുകൊണ്ട് ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ടാണ് കേട്ടോ അഴിക്കുന്നത്. പൊന്തി വന്നിട്ടുണ്ട്. നോക്കാം. ഇനിയാണ്
നേരത്തെ കണ്ട ചെറുതൊന്നുമല്ല, ഇനി വലുതാ വരാനിരിക്കുന്നതാണ് എന്റെ മനസ്സ് പറയുന്നത്. അപ്പൊക്ക് സ്ക്രൂ അതിനെ മാറ്റി വെക്കണേ. സ്ക്രൂവിനകത്ത് അഴുക്കില്ലല്ലോ. അത് ഇളക്കി കഴിഞ്ഞിട്ട് ഇത്തിരി ബലമുള്ള ഒരാൾ വേണം കേട്ടോ. കുഞ്ചൂസിനെ കൊണ്ടൊന്നും പറ്റില്ല. ഇത് ഈ നടുക്കത്തെ കമന്റ്സിൽ കൂടെ നിങ്ങൾ അറിയിക്കണം കേട്ടോ. നടുക്കത്തെ ഇത് പിടിച്ചിട്ട് പൊക്കണം കേട്ടോ. ഇത് പൊക്കം ഞാൻ ഇളക്കി വെച്ചതാണ് കേട്ടോ. അല്ല കൊറേ നേരം കിടന്ന് പിടിച്ചതാണ്. ഇല്ലട്ടോ, ഞാൻ വീഡിയോ കണ്ടത് വെച്ച് നോക്കുമ്പോ അഴുക്കില്ല കേട്ടോ. എന്റെ അമ്മേ സമാധാനായി. ഞാൻ വീഡിയോ കണ്ടത് ഇങ്ങനെ ഇതിനകത്ത് വന്നൊക്കെ അടങ്ങിയിരിക്കും കണ്ടോ. എന്നാലും ഉണ്ട് അഴുക്ക്, അഴുക്കുണ്ട് കണ്ടോ. പക്ഷെ അല്ല, നമ്മള് വീഡിയോ നിങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി യൂട്യൂബിൽ കൊണ്ടുപോയി എങ്ങനെ പോകുന്നു അറിയത്തില്ല. കണ്ടോ ഡ്രസ്സിന്റെ ഒക്കെ നൂല് കണ്ടോ, ഇത് കണ്ടോ എന്റെ കിടക്കുന്നുണ്ടോ എല്ലാ ഡ്രസ്സിന്റെ. ഇത് ഫുള്ള് എല്ലാ ഡ്രസ്സിന്റെ എല്ലാ കളറും നൂലുണ്ട്. തൊടാൻ വയ്യാട്ടോ. ഇതിനകത്തോടെ വെള്ളം പോകുന്നു. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യട്ടെ, കാണിക്കട്ടെ. ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ നൂല് കയറിയിരിക്കുന്ന ഇതെല്ലാം നടിച്ചു വിട്ടെ. അതൊക്കെ പതൊക്കെ താത്ത കളിക്കണം. ഇനിയുണ്ട് ഇടയ്ക്കോട്ട് അടിക്കുമ്പോൾ പൊങ്ങി വരുന്നുണ്ടോ. ഉണ്ടോ അതിനകത്തൊന്നും ഇപ്പം ഇറങ്ങിപ്പോയതല്ല. കണ്ടോ കണ്ടോ ഇതിനകത്തിരിക്കുന്ന കണ്ടോ. മനസ്സിലായോ? അതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കുന്ന ഞാൻ ഇപ്പൊ ഓൾറെഡി ഇളക്കി വെച്ചില്ല. അപ്പൊ ഇന്ന് പൊന്തി വരുന്നുണ്ടോ. അതാ പറഞ്ഞ ഇതിനാ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളവിടുത്തെ ഒട്ടും അഴുക്ക് നമ്മുടെ ഇതിനകത്തില്ലല്ലോ. എന്റെ അമ്മാതിരി അഴുക്കുണ്ട് കേട്ടോ. ഇത് ഈ സൈഡിലത്തെ ഇതിനകത്ത് ഈ ഹോളൊക്കെ ഇല്ലേ, അതിനകത്ത് നല്ല അഴുക്കെല്ലാം കഴുകി കഴിഞ്ഞ കേട്ടോ. പക്ഷെ ഇത് ഈ സൈഡിൽ ഭയങ്കര അഴുക്കായിരുന്നു കേട്ടോ. ഞാൻ സ്ക്രൂ വെച്ച് തുറന്നു വെള്ളം അടിച്ചിട്ട് ഉണ്ടാവും. അതിനകത്ത് ഫുള്ള് അഴുക്കായിരുന്നു ഇതിനകത്ത്. ഇതിനകത്ത് കണ്ടോ, അതിനകത്ത് ഏറ്റവും കൂടുതൽ അഴുക്കിരിക്കുന്നത്. മറ്റേതിനകത്ത് അല്ലായിരുന്നു. പക്ഷെ എല്ലാരും ഇതേ കാണിച്ചിട്ടുള്ളൂ. അത് ഞാൻ താഴെ സ്ക്രൂ ഊരിയാ കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചേക്കോ. എന്താ അതിനകത്ത് എല്ലാം നൂലും ഇതും എല്ലാം ഉണ്ടോ. ഇനി വരുന്നോ സ്റ്റേജില് കയറാൻ പോകുന്നു ആയിഷി അമൽ. ആണോ? അടുത്ത പാട്ട് പാട്, ഗായിക സിംഗർ. അവിടെ നിന്ന് പാട്ട് പാടാ. അവിടെ നിന്ന് മൈക്ക് പിടി. മൈക്ക് പിടി. മുത്തുമഴ ഇങ്ങ് കൊട്ടിത്തീരാതോ. പാട്. ജാനുദം പച്ചത്തി പാടുറോ ഇങ്ങ് ഉന്തങ്കൈ പാട്. ഈ ശാന്തിക്ക് പാടാം. മുത്തുമഴ ഇങ്ങ് കൊട്ടിത്തീരാതോ. അത് ഉള്ളിലേക്ക് ഗ്രഹിക്കും കേട്ടോ. ചാടാതെ പാട് പെട്ടെന്ന്. ഈ സിംഗേഴ്സ് ഒന്നും ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഞാൻ അയച്ചു കൊടുക്കുന്നില്ല സിനിമ ടീച്ചറിന്.
ഇന്ന് ഇറങ്ങി ഓടിക്കാണ് അവിടെ ജാനത്തൊക്കെ നീ മറ്റേ ജിറാപ്പുഞ്ചി പാടുന്നു നന്നായിട്ട് പാടും ജിറാപ്പുഞ്ചി കേട്ടല്ലോ ചിറാപ്പുഞ്ചി പാടിക്ക നന്നായിട്ട് എന്റെ കൊച്ചിപ്പ പാടും എന്റെ മോൻ ചെന്ന മോനെ പെട്ടെന്നല്ലേ ഓടിച്ചില്ലേ ആ എന്റെ കൊച്ചിപ്പ കണ്ടോണം എന്റെ ഞാനിതമ്പം മതി ചിറാപ്പുഞ്ചി പാടാൻ പോ എന്റെ മോൻ ആ ഇനി എന്റെ കൊച്ചു പാടും ലച്ചു പാടുന്ന പഠിക്കേ മൈക്ക് പിടിക്കേ ചെറാപ്പല്ല ചിറാപ്പുഞ്ചി കവിതയാണ്